അസസ്മെന്റ് ഇയർ 2026-27 ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയമായി. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ തൃശ്ശൂരിലെ മെയിനായിട്ടുള്ളൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് നമ്മളുടെ ടാക്സ് ഫയലിംഗ്, ടാക്സ് റിട്ടേൺസിനെയൊക്കെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളടക്കം ഈ വീഡിയോയിൽ സൂചിപ്പിക്കുകയാണ്. അത് മറ്റാരുമല്ല, നമ്മളുടെ CA സുബിൻ സാറാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു സുബീഷ്. നമ്മൾ 3 മാസം മുമ്പ് ഒരു വീഡിയോ നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പറഞ്ഞത് 2025 പുതിയ ഇൻകം ടാക്സ് റൂളിനെ പറ്റിയിട്ടാണ്. അത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഇൻകം ടാക്സ് ഫയലിംഗ് ആണിത്. അപ്പോൾ മിക്കവാറും കുറേ ആളുകൾ നമ്മളോട് വാട്സപ്പൊക്കെ ചെയ്ത് ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ പുതിയ ഇൻകം ടാക്സ് റൂള് അനുസരിച്ച് ഫയൽ ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്, അല്ലെങ്കിൽ പുതിയ റൂളാണോ അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നുള്ളത്. അത് വെച്ച് തന്നെ പറഞ്ഞു. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എന്താ ഉള്ളത്? അതിൽ ആളുകളുടെ ഒരു വലിയൊരു കൺഫ്യൂഷനാണ് സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയിലാണല്ലോ ഈ ഇൻകം ടാക്സ് ആക്ട് വന്നത്. ഈ 1 ഏപ്രിൽ 2026 ഇൻകം ടാക്സ് ആക്ട് വന്നത്. അപ്പോൾ കുറച്ച് ആളുകൾക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, നമ്മൾ ഈ പുതിയ ആക്ട് വെച്ചിട്ടാണോ നമ്മൾ ഈ കഴിഞ്ഞ വർഷത്തെ റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയില്ല. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 2025-26. അപ്പോൾ 2025-26 ഇൻകം ടാക്സ് റിട്ടേൺ നമ്മൾ ഇൻകം ടാക്സ് ആക്ട് 1961 ഉണ്ടല്ലോ, നമ്മുടെ പഴയ ആക്ട് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. ഈ വർഷം കൂടെ അങ്ങനെയാണ്. ഈ വർഷം കൂടെ അങ്ങനെ അവസാനത്തെ വർഷമാണ് നമ്മൾ പഴയ ആക്ടിൽ ഫയൽ ചെയ്യുന്നത്. ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ളതാണ് പുതിയ ആക്ടിന്. അതായത് അടുത്ത വർഷം ജൂൺ മാസത്തിലോ അല്ലെങ്കിൽ ജൂലൈ മാസത്തിലോ നമ്മൾ ഫയൽ ചെയ്യുന്നത് പുതിയ ആക്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ. പക്ഷേ കഴിഞ്ഞ വർഷം ഫയൽ ചെയ്യുന്നതും ഈ വർഷം ഫയൽ ചെയ്യുന്നതും തമ്മിൽ എന്തെങ്കിലും ഇൻകം ടാക്സ് ഫയലിംഗുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങളോ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? ചെറിയ ഫോമിൽ ചില മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ 25-26 ഫോമിൽ പ്രീവിയസ് ഇയർ ആയിട്ട് 24-25 ഫോമായിട്ട് ചെറിയ ചേഞ്ചസേ വന്നിട്ടുള്ളൂ. പ്രധാനപ്പെട്ട ചേഞ്ചസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ITR 1 ഫയൽ ചെയ്യുകയാണെന്ന് വിചാരിക്കും, ഇപ്പോൾ സാലറിഡ് ആയിട്ടുള്ള ആളുകളൊക്കെ. അപ്പോൾ അവർക്ക് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിലാണ് നമുക്ക് ITR 1 സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ വർഷം അത് 2 ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട് നമ്മൾ വാടകയ്ക്ക് കൊടുത്തേക്കാണ്, ഒരു വീട്ടിൽ നമ്മൾ താമസിക്കുകയാണ്, നമ്മൾ സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ITR 1 നമ്മളിപ്പോഴും നമുക്കതിൽ ഫയൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മുൻപത്തെ പോലെ തന്നെ 1,25,000 രൂപ വരെയുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അത് മുന്നേ ഉണ്ടായിരുന്നു, ഇപ്പോഴും അതുപോലെ തന്നെയാണ്. ഇനി ITR 4 ഫയൽ ചെയ്യുന്ന ആൾക്കാർക്കും ഈ സെയിം ഇതുണ്ടല്ലോ, 2 ഹൗസ് പ്രോപ്പർട്ടി വരെ നമുക്ക് ITR 4 ഫയൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇപ്പോൾ ബാങ്കിൻ്റെ ബാലൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് സ്പെസിഫിക്കലി നമ്മൾ ITR 4 മാൻഡേറ്ററി ആയിട്ട് കാണിക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ച് ചേഞ്ചസേ വന്നിട്ടുള്ളൂ ഫോമുകളിൽ. മേജർ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ അടുത്ത വർഷം നമ്മൾ മേജർ ചേഞ്ചസ് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ? അടുത്ത വർഷം മേജർ ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പുതിയ ആക്ട് ആണല്ലോ, അപ്പോൾ ഫോമുകളെല്ലാം ഒരു ചേഞ്ച് വരാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ബേസിക് ക്വസ്റ്റ്യനുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഡേറ്റുകളെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എല്ലാം ജൂലൈ 31 തീർക്കണം എന്നുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ കാണുന്ന ഇൻകം ടാക്സിൻ്റെ പരസ്യങ്ങളായാലും അങ്ങനെയുള്ള ബാനറുകളിലായാലും ഒക്കെ കാണുന്നത് 3 ഡേറ്റുകൾ കാണുന്നുണ്ട്. 3 അല്ല 4 ഡേറ്റുകൾ ചില സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതെന്താണെന്നൊന്ന് പറയാം. അതിൽ സാധാരണ നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ഡേറ്റിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളൂ. അതായത് ജൂലൈ 31 എന്ന് പറയുന്ന നമ്മളൊരു ഇൻഡിവിജ്വൽ എന്നുള്ളൊരിതിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 31 ആണ്. ഇപ്പോൾ സാലറീഡ് ആയിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക്, അതായത് ഓഡിറ്റ് ഇല്ലാത്ത ആളുകൾക്ക് മുൻപ് ജൂലൈ 31 ആയിരുന്നു, ഇപ്പോഴും ജൂലൈ 31 തന്നെയാണ്. പക്ഷേ അതിൽ ചെറിയ ഒരു മാറ്റം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമുക്ക് സാലറീഡ് ആയിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെന്ന് വിചാരിക്കും, അങ്ങനെയാണെങ്കിൽ ജൂലൈ 31 ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ഇൻകം ഉണ്ട് എന്ന് വിചാരിക്കും, എന്തെങ്കിലും ഒരു ബിസിനസ് ഇൻകം ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ബിസിനസ് ഇൻകം എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ചെയ്താൽ മതി, അല്ലാതെ ബിസിനസ് ചെയ്യണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാർ ബിസിനസ് ഇൻകം ആണ്. അപ്പോൾ ഒരാൾ ഇൻട്രാഡേ അല്ലെങ്കിൽ FNO ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ റിട്ടേൺ ആഗസ്റ്റ് 31 വരെ പോകാം. അപ്പോൾ അതാണ് സെക്കൻഡ്. ഇപ്പോൾ 2 ഡേറ്റ് ആയിപ്പോൾ. ഇനി 3ാമത്തെ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ടാക്സ് ഓഡിറ്റ് ഉള്ള ആളുകളാണെന്ന് വിചാരിക്കും, ബിസിനസ് ചെയ്യാണ്, ഓഡിറ്റ് ഉള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനത്തെ കേസിലാണ് ഈ 3ാമത്തെ ഡേറ്റ് വരുന്നത്. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഡേറ്റ് സെപ്റ്റംബർ 30 ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഒക്ടോബറിലാണ്. അതുകൊണ്ടാണ് ഈ 4 ഡേറ്റ് കാണിക്കുന്നത്. ഇനി 4 ഡേറ്റിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഈ ഇന്റർനാഷണൽ ട്രാൻസാക്ഷനൊക്കെ ഉള്ള ആളുകൾക്ക് ഒരു ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ അവർക്ക് ഇനി നവംബർ വരെ പോവാം. അതാണ് ഈ 4. അപ്പോൾ 4ാമത്തെ ഡേറ്റ് അങ്ങനെ അത്ര കോമൺലി ആളുകൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കേസല്ല. അതായത് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള എല്ലാവരും ഈ ജൂലൈ 31 തന്നെയാണ് മിക്കവാറും വേണ്ടി വരിക. പക്ഷേ അതല്ല, നിങ്ങൾ ഇൻട്രാഡേ ഒക്കെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഗസ്റ്റ് 31 വരെയുള്ള ഇതുണ്ട്. പിന്നെ വളരെ ചുരുക്കം ഓപ്ഷൻസ് ട്രേഡിംഗ് ഒക്കെ വലിയ വോള്യത്തിൽ ചെയ്യുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ അടുത്ത ഡേറ്റിലേക്ക് സെപ്റ്റംബർ ഒക്ടോബർ വരെയൊക്കെ പോകാനായിട്ട് സാധിക്കുന്നു. വളരെ ബേസിക് ആയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരൊക്കെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ആളുകളിൽ ആരൊക്കെ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും? അത് വലിയൊരു ക്വസ്റ്റ്യനാണ്, ആരൊക്കെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുള്ളത്. ശരിക്കും നമ്മൾ ഇൻകം ടാക്സ് ആക്ടിൽ പറയുന്നത് ഒരാളുടെ വരുമാനം 4 ലക്ഷം രൂപയെക്കാട്ടും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഫയൽ ചെയ്യാം. അതാണ് സാധാരണ നമ്മളെപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യം, അതാണ്. പിന്നെ ഇൻകം ടാക്സ് നമ്മൾ ആക്ടിൽ തന്നെ കുറച്ച് കണ്ടീഷൻസ് വേറെ പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വരുമാനമൊന്നും ഇല്ല എന്നിരുന്നാൽ തന്നെ ഈ കണ്ടീഷൻസിൽ ഏതെങ്കിലും പെടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ഫയൽ ചെയ്യണം. വേറൊരു എക്സാമ്പിൾ ഉള്ളതെന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് ഉണ്ടല്ലോ, അതൊരു മോർ ദാൻ 1 lakh വരികയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ആൾ മാൻഡേറ്ററിലി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. പിന്നെ അടുത്ത മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു കറണ്ട് അക്കൗണ്ട് ഉണ്ട്, അപ്പോൾ അതിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ഒക്കെ ഒരു 1 crore അടുത്ത് വരികയാണ്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അപ്പോൾ ഒരു 50 lakhs ഒക്കെ ഡെപ്പോസിറ്റ് വരികയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും നമുക്ക് ഈ വരുമാനം ഇല്ലെങ്കിലും നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. പിന്നെ നമ്മൾ ഫോറിൻ ട്രാവൽ നടത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കും.
ആയിരിക്കും. ഇപ്പോൾ 2 lakhs എബോവ് റുപ്പീസ് നമ്മൾ ചിലവാക്കിയിട്ട് ഫോറിൻ ട്രാവൽ നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. പിന്നെ ഒരു മാറ്റർ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോറിൻ അസറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ ഫോറിൻ ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കും. നമുക്ക് ഈ വർഷം ₹1 പോലും വരുമാനം ഇല്ലെങ്കിൽ പോലും ഈ ഫോറിൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യണം, നമ്മളത് റിട്ടേൺ ഫയൽ ചെയ്യണം. ഇപ്പോൾ ഫോറിൻ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ US സ്റ്റോക്കുകളായാലും അങ്ങനെ അതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾഡിംഗ് ഉണ്ടായാൽ മതി, നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാറ്റഗറികൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ TDS പിടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. ഒരു 25,000 രൂപയെക്കാട്ടും കൂടുതൽ ഒരാൾക്ക് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ TDS TCS ഒക്കെ ആയിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർ മാൻഡേറ്ററിൽ റിട്ടേൺ ഫയൽ ചെയ്യണം. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 50,000 ആണ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ പിന്നെ വേറൊരു മാറ്റർ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വരുമാനമൊന്നും ഇല്ല, ചിലപ്പോൾ ക്യാഷ് വിഡ്രോവലിനൊക്കെ TDS പിടിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്കത് തിരിച്ച് കിട്ടണമെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യാതെ തിരിച്ച് കിട്ടില്ല. അതെ, എൻ്റെ ഒരു ക്ലോസ് റിലേറ്റീവ് അവരുടെ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് 30 ലക്ഷം രൂപയോ മറ്റോ ക്യാഷ് വിഡ്രോ ചെയ്തു. അതിപ്പോൾ കുറേ TDS പിടിക്കുകയും ചെയ്തു. അപ്പോൾ അവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫയൽ ചെയ്യുക, അവർക്ക് എലിജിബിൾ ആയിട്ടുള്ള എമൗണ്ട് റീഫണ്ട് ആയിട്ട് മേടിക്കാം. അപ്പോൾ ഇങ്ങനെ അപ്പോൾ നമ്മൾ ആര് റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ആൾക്കാർ മുഴുവൻ റിട്ടേൺ ഫയൽ ചെയ്യണം. പിന്നെ ഇപ്പോൾ ബിസിനസ് ഓർ പ്രൊഫഷണൽ ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ടേൺ ഓവർ 60 ലക്ഷത്തിലും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ബിസിനസ്സുകാർ, അങ്ങനെയാണെങ്കിൽ അവർ മാൻഡേറ്ററി ചെയ്യണം. അതുപോലെ തന്നെ പ്രൊഫഷൻ ഹോൾഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ 10 lakhs മേലെയാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ഇൻകം ബേസ്ഡ് അല്ല, അതായത് ഈ ടേൺ ഓവർ ബേസ്ഡ് ഇത് ക്രോസ് ചെയ്താൽ ഫയൽ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് ജനറലി പറയുകയാണെങ്കിൽ ഇത്ര അധികം ആളുകൾ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് മാൻഡേറ്ററി ആയിട്ട് റിട്ടേൺ ഫയൽ ചെയ്യണം. നമ്മളുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് NRIകളായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ കുറേ ആളുകൾക്കൊക്കെ അവയർനെസ് ഉണ്ട്. പക്ഷേ NRIക്ക് വിദേശത്തെ ടാക്സ് ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഞാൻ ഇവിടെ ടാക്സ് ഫയൽ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് ഇപ്പോൾ NRIകൾ ഇന്ത്യൻ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഇവിടെ ഇന്ത്യയിൽ എന്തെങ്കിലും വരുമാനം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവർ ഇപ്പോൾ NRI ആണെന്ന് വിചാരിക്കും. അപ്പോൾ അവർ ഒരു ക്യാപിറ്റൽ ഗെയിൻ വരാണ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ വരാണെന്ന് വിചാരിക്കും. ചിലപ്പോൾ ആകെ 10,000 രൂപയാണ് ചിലപ്പോൾ ഉണ്ടാവുള്ളൂ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ഇതിന് എന്താ മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബേസിക് എക്സംഷൻ കിട്ടില്ല. സാധാരണ ഒരാൾക്ക് ഒരു 4 ലക്ഷം രൂപയുടെ എക്സംഷൻ ഉണ്ടല്ലോ, അപ്പോൾ ആ എക്സംഷൻ ഈ ക്യാപിറ്റൽ ഗെയിനിന് കിട്ടില്ല NRIയുടെ കേസിലെ. അപ്പോൾ ഈ 10,000 രൂപ വരുമാനം ഉള്ളതുണ്ടെങ്കിൽ പോലും ഇദ്ദേഹം അവിടെ 2,000 രൂപ ഇതൊക്കെ ടാക്സ് അടയ്ക്കണം. അപ്പോൾ മാൻഡേറ്ററിലി റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ അതല്ല, ഇനി ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ അല്ല, ഇനിയിപ്പോൾ ആൾക്ക് മറ്റു വരുമാനങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കും. അതായത് ഇപ്പോൾ ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാടക വരുമാനം ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ഇൻകം ഉണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ഇല്ലാത്ത കേസിൽ മോർ ദാൻ 4 lakhs വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ന്യൂ ടാക്സ് റെജിം എന്നുള്ള ഒരു ആംഗിളിലാണെന്നുണ്ടെങ്കിൽ മാൻഡേറ്ററിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്കുകളും മാത്രമുള്ള ഒരു സാധാരണ ഒരു ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അവർ ഏത് സമയത്താണ് അവർ ഫയൽ ചെയ്യേണ്ടത് ഇൻകം ടാക്സ്? മ്യൂച്വൽ ഫണ്ടും ഇത് ക്യാപിറ്റൽ ഗെയിൻസ് മാത്രമാണെന്നുണ്ടെങ്കിൽ ജൂലൈ 31 തന്നെയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. കാരണം അവർക്ക് ഒരു ബിസിനസ് ഇൻകത്തിലേക്ക് പോകുന്നില്ലല്ലോ, അതായത് FNO അല്ലെങ്കിൽ ഇൻട്രാഡേ ഇല്ല. അപ്പോൾ അത് ക്യാപിറ്റൽ ഗെയിൻ ആണ് ITR 2 എന്നുള്ളൊരു ഫോർമാറ്റിൽ ഫയൽ ചെയ്യണം. പക്ഷേ ഇപ്പോൾ അവർ ഹോൾഡ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, വാങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ, വിറ്റിട്ടില്ല, ഒന്നും ഇതുവരെ വിറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഫയൽ ചെയ്യണോ? ഫയൽ ചെയ്യേണ്ട കാര്യമില്ല, കാരണം അവിടെ ഒരു ഗെയിൻ വരുന്നില്ലല്ലോ. ശരിക്കും നമ്മൾ ഇൻകം ടാക്സ് പറഞ്ഞാൽ വരുമാനം ഉണ്ടെങ്കിലാണല്ലോ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ വരുമാനമൊന്നുമില്ല. ഇപ്പോൾ പല ആൾക്കാർ ഇപ്പോൾ വിദേശത്തൊക്കെയുള്ള പല ആളുകളുണ്ട്, അവരിങ്ങനെ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ വലിയ എമൗണ്ട് ഒക്കെ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യും. ചിലപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് ഒരു മാസം SIP ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ AS ഒക്കെ എടുത്ത് നോക്കി കാണാൻ പറ്റും 12 ലക്ഷം രൂപ അല്ലെങ്കിൽ 25 ലക്ഷം രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സെയിൽ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ഉണ്ടാവില്ല. അപ്പോൾ ആ കേസിൽ ഫയൽ ചെയ്യണമെന്നില്ല, കാരണം ഒരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ നടത്തിയിട്ടുള്ളൂ. എന്ന് നമ്മൾ അതിൽ നിന്നൊരു പ്രോഫിറ്റ് എടുക്കുന്നു അല്ലെങ്കിൽ എന്ന് സെല് ചെയ്യുന്നു, അന്ന് ആ ഒരു ഫിനാൻഷ്യൽ ഇയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടാക്സ് ഫയൽ ചെയ്യുന്നത് മാത്രം മതിയാവും. പക്ഷേ മറ്റുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫയൽ ചെയ്യാൻ വേണം, നമ്മൾ നേരത്തെ പറഞ്ഞ സിറ്റുവേഷനിൽ. ഓക്കെ. പിന്നെ ഒരു കാറ്റഗറി ഓഫ് ഡൗട്ട് നമ്മൾ കേട്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു സാധാരണ എംപ്ലോയി ആണ്. എൻ്റെ സാലറി തരുന്ന സമയത്ത് എൻ്റെ എംപ്ലോയർ TDS പിടിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് ഡെപ്പോസിറ്റ് ഉണ്ട്, അതിൽ ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അതിൻ്റെ 10% TDS പിടിക്കുന്നുണ്ട്. അതായത് ഞാൻ കൊടുക്കാനുള്ള ടാക്സ് ഒക്കെ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയൊരു സിറ്റുവേഷനിൽ കൊടുക്കാനും ഇല്ല കിട്ടാനും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഫയൽ ചെയ്യണോ എന്ന് ചോദിച്ച് കുറേ പേര് വരാറുണ്ട്. അവരോട് എന്താ പറയാറ്? അതിൽ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് ശരിക്കും. അതായത് TDS പിടിക്കണമെന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു ടാക്സ് കളക്ഷൻ മെക്കാനിസം മാത്രമാണ്. അല്ലാതെ TDS പിടിച്ചു എന്ന് കരുതി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട എന്നല്ല വരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ TDS ഒക്കെ പിടിച്ചിട്ടുണ്ട്, പക്ഷേ നമുക്കൊരു 4 lakhs മേലെ ഇൻകം ഉണ്ട്, അല്ലെങ്കിൽ എബവ് 25,000 മേലെ TDS പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സെനാരിയോയിൽ ഏതാണോ വരുന്നത് അതുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാൻഡേറ്ററിലി ഫയൽ ചെയ്യണം. ഇപ്പോൾ ഇൻ കേസ് നമ്മൾ ഈ കുറേ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞു, ഇന്ന ആൾക്കാരൊക്കെ ഫയൽ ചെയ്യണം, ഇന്ന ഇൻകം ലെവലിലുള്ളവർ ഫയൽ ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര വേറൊരു ഇൻകം ഇങ്ങനെ വന്നാൽ ഫയൽ ചെയ്യണം, ഇതെല്ലാം നമ്മൾ കേട്ടു. പക്ഷേ ഞാൻ ഫയൽ ചെയ്തില്ല, എന്ത് സംഭവിക്കാം? ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കേസുകൾ എന്ന് പറയുന്നത് ഫയൽ ചെയ്യാനൊക്കെ ഉള്ള ഒരു ടൈം ഫ്രെയിം ഉണ്ടല്ലോ. ഓക്കെ. അപ്പോൾ അത് കഴിയുമ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇവർക്ക് എങ്ങനെ ഫിൽട്ടർ ചെയ്യും. ഓക്കെ. ഇപ്പോൾ ഒരാൾക്ക് TDS പിടിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഒരു 50,000 രൂപ TDS പിടിച്ചിട്ടുണ്ട്, അപ്പോൾ ഇദ്ദേഹം ഫയൽ ചെയ്തില്ല. അപ്പോൾ ഡിപ്പാർട്ട്മെന്റിന് അറിയാലോ. അപ്പോൾ പിന്നെ പതുക്കെ ഒരു നോട്ടീസൊക്കെ അയച്ചു തുടങ്ങും, നിങ്ങൾ എന്താണ് റിട്ടേൺ ഫയൽ ചെയ്യാഞ്ഞത്, ഈ TDS എന്താണ് ആക്ച്വലി നിങ്ങളുടെ വരുമാനമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ടീസ് വന്ന് അതൊരു കോംപ്ലിക്കേഷനിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ. എല്ലാവർക്കും ഇപ്പോൾ
ഈ ലെറ്റർ അയക്കുമോ? അതായത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ കേസിൽ അവർ ഫയൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡിപ്പാർട്ട്മെന്റിന് അറിയാം, ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് അയക്കും. ഇനി അത് മാത്രമല്ല വേറൊരു തമാശയുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, അതായത് ഇപ്പോൾ ഒരു NRI ആയിട്ടുള്ള ഒരാൾ മാസം 1 ലക്ഷം രൂപ SIP അടച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ, ആൾക്കവിടെ പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. ചിലപ്പോൾ ആ കേസിൽ പോലും 136 നോട്ടീസ് വരാൻ സാധ്യതയുണ്ട്. കാരണം ഡിപ്പാർട്ട്മെന്റിന് അറിയേണ്ടത് ഇദ്ദേഹത്തിന്റെ സോഴ്സ് ആണ്. ഒരാൾ ഒരു വർഷത്തിൽ ഒരു 40 ലക്ഷത്തിനോ അല്ലെങ്കിൽ 25 ലക്ഷത്തിനോ ഒക്കെ സ്റ്റോക്ക് വാങ്ങിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സോഴ്സ് ഉണ്ടായിരിക്കണമല്ലോ അവിടെ, ഡെഫിനറ്റ്ലി. അപ്പോൾ അതെന്താണെന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഇപ്പം NRI ആണെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ എല്ലാവരും അറിയൊന്നുമില്ലല്ലോ, അയക്കണേക്കാട്ടും നോട്ടീസ് അയക്കണേക്കാട്ടും ഇദ്ദേഹം NRI ആണോ റെസിഡന്റ് ആണോ എന്ന് അറിയുന്നില്ല. അപ്പോൾ അവർ എല്ലാവർക്കും അയക്കും, ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് എല്ലാവർക്കും അയക്കും. ഇപ്പോൾ നമ്മൾ പറയുകയാണ് നമ്മൾ NRI ആണെന്ന് പറഞ്ഞാൽ പ്രശ്നം അവിടെ തീർന്നു. ഓക്കെ, ഞാൻ NRI ആണ്, എൻ്റെ സോഴ്സ് ഇതാണ്, ഇത് പറഞ്ഞ പ്രശ്നം തീർന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്രൈറ്റീരിയ പാലിക്കാത്ത ആളുകളെയും അല്ലെങ്കിൽ ക്രൈറ്റീരിയയിൽ വന്നിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാത്ത ആളുകളെയും ഈ ക്രൈറ്റീരിയയുടെ അപ്പുറത്തൊന്നും നോട്ടീസ് വന്നേക്കാം സാധ്യതയുണ്ട്. ഇപ്പൊ മുൻപൊക്കെ ഈ ഓട്ടോമേഷനും നമ്മുടെ ഒരു ഡേറ്റ മാനേജ്മെന്റ് ഇത്രയും ഒന്നും ഇല്ലാത്ത മാനുവൽ ആയിട്ടുള്ള സാങ്കേതിക ഉള്ള സമയത്തൊക്കെ എല്ലാവർക്കും നോട്ടീസ് അയക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇങ്ങനെ ഓരോ കൊല്ലം കൂടി വരികയല്ലേ. അപ്പൊ അതിന്റെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്? അതിന്റെ ഇപ്പോൾ സുബിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഏതൊക്കെ വർഷം മുതലാണ് ഇത് കൂടുതൽ സ്ട്രിൻജന്റ് ആയിക്കൊണ്ടിരിക്കുന്നത്? അതിൽ നമ്മൾ ഒരു ഏകദേശം 2020 ശേഷം ഡിപ്പാർട്ട്മെന്റ് AIS എന്ന് പറഞ്ഞിട്ട് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമുക്കൊരു 26 IS എന്ന് പറഞ്ഞൊരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നു. ആക്ച്വലി ഡിപ്പാർട്ട്മെന്റ് ഡാറ്റയൊക്കെ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ അവർ നോട്ടീസൊക്കെ അയക്കുന്നുണ്ടായിരുന്നു. പക്ഷേ AIS എന്ന് പറഞ്ഞിട്ട് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് കുറച്ചും കൂടി പവർഫുൾ ആയിട്ട് വന്നതിന് ശേഷം ഒരു ഇപ്പുറത്തെ സൈഡിൽ നമ്മളുടെ അസസീസിന് അല്ലെങ്കിൽ ആളുകൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി കൊടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ ഞങ്ങൾ എന്താണോ കാണുന്നത് അത് നിങ്ങൾക്കും കാണാം, നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോളൂ, എന്നിട്ടും നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നോട്ടീസ് അയക്കും. അപ്പോൾ അത് കുറച്ചും കൂടി ട്രാൻസ്പെറൻസി കൊണ്ടുവരാം അവിടെ. അപ്പോൾ അവർക്ക് അറിയാം, ഞാൻ അതായത് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണോ കാണുന്നത് അതുപോലെ നമുക്കും കാണാം. എന്നിട്ടും നിങ്ങൾ ഫയൽ ചെയ്തില്ലെങ്കിൽ ചോദ്യത്തിന്റെ ആവശ്യമില്ല, കാരണം നമുക്കറിയാം. ഒരു പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ നമ്മൾ നടത്തി 60 ലക്ഷത്തിന്റെ, ഡിപ്പാർട്ട്മെന്റിനും അറിയാം, നമുക്കും അറിയാം. അപ്പോൾ ചോദിക്കുന്നതിൽ ഒരു ലോജിക്ക് അവിടെ വന്നോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്നുള്ളത്. അപ്പോൾ അതിനുശേഷമാണ് പിന്നെ ഇപ്പോൾ നേരത്തെ സുബീഷ് പറഞ്ഞ പോലെ AI ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഓൾമോസ്റ്റ് എല്ലാ ട്രാൻസാക്ഷൻസ് എല്ലാതും ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മൾ മുൻപ് ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. ഇവൻ ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഞാനിപ്പോൾ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പല ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യാതൊക്കെ എടുക്കുന്നുണ്ട്. ചിലപ്പോൾ 1000 രൂപ 2000 രൂപയ്ക്ക് ചിലപ്പോൾ അതിലുണ്ടാവുള്ളൂ. അതിലൊരു വർഷം 12 രൂപ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതടക്കം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരെ അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഡിപ്പാർട്ട്മെന്റ് ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. അതായത് നമ്മളിപ്പോൾ ഒരു ഫയൽ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ഫയൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ മറന്നുപോയാലും ഇൻകം ടാക്സ് അതോറിറ്റി ഇത് ട്രാക്ക് ചെയ്യുന്നുണ്ട്, നമ്മളെ നോട്ടിഫൈയും ചെയ്യുന്നുണ്ട്, ഇതെല്ലാം നിങ്ങൾ കൊടുക്കണം, ഇല്ലെങ്കിൽ ഗുരുമാലാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്നാണ് ചുരുക്കം, അല്ലേ? അതായത് നമ്മൾ വെറുതെ ജസ്റ്റ് ലോഗിൻ ചെയ്തിട്ട് AIS എടുത്ത് നോക്കിയാൽ മതി, നമ്മൾ പറഞ്ഞു പോയാൽ പോലും എല്ലാം കാണാനായിട്ട് പറ്റും. ഈവൻ നമ്മൾ പോലും ഓർത്തിരിക്കാത്ത ബാങ്ക് അക്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അതിൽ നിന്ന് എത്ര പലിശ കിട്ടിയെന്ന് വരെ അവിടെ കൃത്യമായിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ചിലപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാത്താണെന്നുണ്ടെങ്കിൽ അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും, നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, എങ്കിലും അവർ ട്രാക്ക് ചെയ്ത് നമ്മളെ നോട്ടിഫൈ ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ ഡെഡ് ലൈൻസ് ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതിന് ഈ കൊല്ലം ഇപ്പോൾ നോർമൽ ആളുകൾക്ക് ജൂലൈ 30, നെക്സ്റ്റ് ലെവലുള്ള ആളുകൾക്ക് ഓഗസ്റ്റ് 31, അങ്ങനെ നമ്മൾ ഡേറ്റുകൾ പറഞ്ഞു. ഈ ഡേറ്റുകൾ എന്തെങ്കിലും കാരണവശാൽ മിസ് ചെയ്തിട്ട് ഒരു ഫൈനോട് കൂടി അടയ്ക്കാൻ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന സംവിധാനം എങ്ങനെയാണ്? അങ്ങനെ ചെയ്യാം നമുക്ക്. അങ്ങനെ അതായത് നമ്മൾ അതിന് ബിലേറ്റഡ് റിട്ടേൺ എന്നാ പറയാം. ഇപ്പോൾ ഒരാൾ ജൂലൈ 31 ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ അദ്ദേഹം അത് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് ഡിസംബർ വരെ ഫയൽ ചെയ്യാം, ഡിസംബർ 31 വരെ ഫയൽ ചെയ്യാം. ചെറിയൊരു ഫൈൻ അടയ്ക്കേണ്ടി വരും. പിന്നെ ടാക്സ് അടയ്ക്കാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റും കാര്യങ്ങളും കയറി വരും. അപ്പോൾ ഫൈൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷത്തിൽ താഴെയാണെന്ന് വിചാരിക്കും അദ്ദേഹത്തിന്റെ വരുമാനം. അങ്ങനെയാണെങ്കിൽ 1000 രൂപ ഒരു ലേറ്റ് ഫീ വരും. അതല്ല 5 മേലെയാണെന്നുണ്ടെങ്കിൽ 5000 രൂപ ലേറ്റ് ഫീ വരും എല്ലാവർക്കും. ഈ സെയിം സംഭവം ഇപ്പുറത്തും അപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആഗസ്റ്റ് 31 വരെ ഈ ബിസിനസ്സുകാർക്ക് ഫയൽ ചെയ്യാം. അവർക്കും ഈ സെയിം തന്നെ ഇതേപോലെ ആപ്ലിക്കബിൾ ആണ്. അതായത് നമുക്കൊരു ലേറ്റ് റിട്ടേൺ നമുക്ക് ഫയൽ ചെയ്യാം ഡിസംബർ 31 വരെ ഫയനോട് കൂടി ഫയൽ ചെയ്യാനായിട്ട്. അതിനുശേഷം നമുക്ക് ഫയൽ ചെയ്യാനായിട്ട് പറ്റില്ല. ഓൾറെഡി നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. നമ്മളിപ്പോൾ ഒരു റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അത് റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. അത് മാർച്ച് വരെ നമുക്ക് റിവൈസ് ചെയ്യാം. ഓൾറെഡി നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡിസംബർ കഴിഞ്ഞിട്ടും നമുക്ക് റിവൈസ് ചെയ്യാം. ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ ഈ ലാസ്റ്റ് ബഡ്ജറ്റിൽ വന്ന അമെൻമെന്റ് ആണ്. ഞാൻ അറിയാതെയോ അത് മിസ് ചെയ്തു, ലേറ്റ് ആയിട്ട് നമ്മൾ ഫയൽ ചെയ്തില്ല, നമുക്ക് നോട്ടീസും വന്നില്ല എന്ന് അങ്ങനെ ഒരു സിനാരിയോ വരാനുള്ള സാധ്യതയുണ്ടോ ഈ വർഷം? നോട്ടീസ് വരാതിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടീസ് വരാൻ നമ്മളിപ്പോൾ ഡിസംബർ 31 ആണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നമ്മൾ ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ജനുവരി 1 നോട്ടീസ് അയക്കില്ല. അവർക്ക് നോട്ടീസ് അയക്കാനായിട്ട് ഇഷ്ടംപോലെ ടൈം ഫ്രെയിമുകളുണ്ട്. അതായത് ഇപ്പോൾ ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇത്ര വർഷത്തോളം, അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ. അപ്പോൾ അവരുടെ നോട്ടീസിന്റെ ഇതുകൾ വെച്ച് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഇത് മറന്നു പോകാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇന്റൻഷനലി മറക്കാനാണ് സാധ്യത കൂടുതൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര നമ്പർ ഓഫ് ഇതാണ് SMS ആയിരിക്കും ഡിപ്പാർട്ട്മെന്റ് അയക്കും. വൺസ് ഒരാൾ എടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ
പക്ഷേ അതായത് ജൂലൈ 31 ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടാവും. അതെ, എല്ലാ ദിവസവും എന്നുള്ള ദിവസം വന്നിട്ടുണ്ടാവും. ആഗസ്റ്റ് 31 വന്നിട്ടുണ്ടാവും, സെപ്റ്റംബറിനുള്ളിൽ വന്നിട്ടുണ്ടാവും, ഡിസംബറിനുള്ളിൽ വന്നിട്ടുണ്ടാവും. എന്നിട്ടും ഇതാണെന്നുണ്ടെങ്കിൽ ഇന്റൻഷണൽ ഇതാണ്. അപ്പോൾ അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? അതിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സബ്സിക്വന്റ്ലി ഇനിയിപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് ഒരു വലിയൊരു ട്രാൻസാക്ഷൻ ഉണ്ട്, ഇപ്പോൾ 60 lakhs 1 crore സെയിൽ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരാൾ ഷെയർ ട്രേഡിംഗ് ഒക്കെ ആക്റ്റീവായിട്ട് ചെയ്യുന്ന ആളാണ്, അദ്ദേഹം ചെയ്തില്ല വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പതുക്കെ ഈ ഡേറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഓരോ നോട്ടീസുകളായിട്ട് ഇട്ട് തുടങ്ങും. ഇപ്പോൾ പഴയ ആക്ട് ആണെങ്കിൽ 133(6) എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഫർമേഷൻ ഗ്യാതറിംഗിന്റെ ഭാഗമായിട്ട് ഒരു ഇഷ്യൂ ലെറ്റർ അയക്കും. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ ഫയൽ ചെയ്യാൻ വിട്ടുപോയതാണോ എന്ന് ചോദിച്ചിട്ട് ഒരു മെസ്സേജ് അയക്കും. അപ്പോഴും വേണമെങ്കിൽ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാം, അത് വേറൊരു തരത്തിൽ ഒരു അപ്ഡേറ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് ഫയൽ ചെയ്യാം. അതായത് നമുക്ക് പക്ഷേ അതിലൊരു മാറ്റർ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ടാക്സ് അടയ്ക്കാൻ ഉണ്ടെങ്കിൽ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരാൾ വലിയ ഹ്യൂജ് ട്രാൻസാക്ഷൻ ഒക്കെ നടത്തിയെന്ന് വിചാരിക്കും, പക്ഷേ അദ്ദേഹത്തിന് ലോസ് ആണെന്ന് വിചാരിക്കും, അപ്പോൾ പിന്നെ ടാക്സ് അടയ്ക്കാനില്ലല്ലോ. അപ്പോൾ ആ കേസിൽ പക്ഷേ ഹ്യൂജ് ട്രാൻസാക്ഷൻ ഒക്കെ നടത്തി, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ട്രേഡിംഗ് ഒക്കെ നടത്തി 8 നിലയിൽ പൊട്ടിയിരിക്കുകയാണെന്ന് വിചാരിക്കും, അപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമൊക്കെ ഉണ്ടായി. എന്നിരുന്നാൽ പോലും ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോൾ നോട്ടീസ് അയക്കും. അപ്പോൾ ആ സിറ്റുവേഷനിൽ ചിലപ്പോൾ ഇദ്ദേഹത്തിന് ഈ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് പറ്റില്ല. ടാക്സ് അടയ്ക്കാൻ ഉണ്ടെങ്കിലേ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അയാൾ അടയ്ക്കാതെ അങ്ങ് മുന്നോട്ട് പോകേണ്ടി വരുമോ? അല്ല, അപ്പോൾ അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അയാളുടെ സ്റ്റാൻഡ് വേണമെന്നുണ്ടെങ്കിൽ പറയാം. എൻ്റെ പിയർ അല്ലെങ്കിൽ അയച്ചു കൊടുത്തിട്ട് എൻ്റെ സ്റ്റാൻഡ് എങ്ങനെയാണ്, അതായത് ഇതുകൊണ്ടാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരു പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ നടത്തിയെന്ന് വിചാരിക്കും ഒരാൾ, അപ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും, ടാക്സ് അടയ്ക്കാനുണ്ടാവും. ആ സിറ്റുവേഷനിൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ഇദ്ദേഹത്തിന് ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് അയക്കുന്നത് നിങ്ങളൊരു അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അപ്ഡേറ്റഡ് റിട്ടേൺ എന്ത് ചെയ്യും, അപ്പോഴും ഫയൽ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ആ ഒരു സീക്വൻസ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാൾ വിട്ടുപോയി ഡിസംബർ കഴിഞ്ഞാലും ഫയൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചില്ല, ഫയൽ ചെയ്യാം പ്രൊവൈഡഡ് അയാൾക്ക് ഒരു ടാക്സ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ, അതായത് റീഫണ്ട് ഒക്കെ ആണെങ്കിൽ അതൊന്നും കിട്ടില്ല, എല്ലാം നോർമൽ ഡേയ്സിൽ കഴിഞ്ഞു. അപ്ഡേറ്റഡ് റിട്ടേണും സ്കോപ്പ് ഉണ്ട്. എങ്ങനെയാണ് ഫയൽ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് കുറേ ഓപ്ഷനുകളുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നും അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ടൈമിൽ തന്നെ കൃത്യമായിട്ട് ഫയൽ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്, അല്ലേ? ഇപ്പോൾ നോർമലായിട്ടുള്ള രീതിയിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഫയൽ ചെയ്യാനായിട്ട് പറ്റുക? സാധാരണ നമുക്ക് ഇപ്പോൾ ITR 1 ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ ഓൺലൈൻ യൂട്ടിലിറ്റി ഉണ്ട്. നമ്മൾ ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ഓൺലൈനായിട്ട് ലൈവായിട്ട് നമുക്ക് ITR 1 സെലക്ട് ചെയ്തിട്ട് ചെയ്തു പോകാം. അതാണ് ഒരു ഓപ്ഷൻ 1 എന്ന് പറയുന്നത്. ഓപ്ഷൻ 2 എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ ഓഫ്ലൈൻ യൂട്ടിലിറ്റികളുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് എക്സലോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജാവ അതേപോലെയുള്ള പ്രോഗ്രാമുകൾ വെച്ചിട്ട് ഉള്ള നമ്മൾ ആ ഒരു യൂട്ടിലിറ്റി ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നിട്ട് നമുക്ക് നമ്മുടെ സൗകര്യത്തിന് ഇരുന്നിട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്കൊരു XML ഫയലോ JSON ഫയലോ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയും ചെയ്യാം. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതല്ലാതെ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറുകൾ ഉണ്ടായിരിക്കും. ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നത് അങ്ങനെ പ്രൊഫഷണൽസ് ഒക്കെയാണ്, ടാക്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളൊക്കെയാണ് അങ്ങനെ സോഫ്റ്റ്വെയറുകളൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ 3 പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. ഈ ടാക്സ് ഫയൽ ചെയ്യുമ്പോഴാണോ അല്ലെങ്കിൽ ടാക്സ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴാണോ ഈ ഓൾഡ് റെജീമിൻ്റെയും ന്യൂ റെജീമിൻ്റെയും ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത്? നമ്മളത് ടാക്സ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെയാണ് ആക്ച്വലി വരുന്നത്. പക്ഷെ അതിൽ സത്യാവസ്ഥ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 99.9% ആളുകൾക്കും ഇപ്പോൾ ടാക്സ് പ്ലാനിങ്ങിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 99.9% നമ്മൾ എങ്ങനെ കൂട്ടിയും കുറച്ചും നോക്കിയാലും ന്യൂ ടാക്സ് റെജീം ആയിരിക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ പോകുകയാണെങ്കിൽ ന്യൂ ടാക്സ് റെജീം ഒപ്റ്റ് ചെയ്യുന്ന ആൾക്കുണ്ടല്ലോ, ഇപ്പോൾ സാലറിഡ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ 12,75,000 രൂപ വരെ, 12,75,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അടക്കം 12,75,000 ആണ് ഒരാളുടെ സാലറി എന്ന് വിചാരിക്കും. വേറെ ഒരു വരുമാനം ഇല്ലാന്നുണ്ടെങ്കിൽ ഇയാൾ ₹1 പോലും ടാക്സ് അടയ്ക്കണം. നേരെ മറിച്ച് ഇയാൾ ഓൾഡ് ടാക്സ് റെജീം ഒപ്റ്റ് ചെയ്യാണെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അതായത് 5 ലക്ഷം ആയിരുന്നു 12,75,000 എത്തണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7,75,000 രൂപയുടെ അവിടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപയാണ്. അപ്പോൾ 7,25,000 രൂപ വരെ ഡിഡക്ഷൻ ആൾക്ക് വേണം. എന്നാലാണ് ഈ 5 ലക്ഷത്തിൽ താഴേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആർക്കാണ് ഈ 7,25,000 വരെ ഡിഡക്ഷൻ ഉണ്ടാവുക? അപ്പോൾ ഗവൺമെന്റിന്റെ ഒരു ഇന്റൻഷൻ തന്നെ എല്ലാവരും ന്യൂ ടാക്സ് റെജീം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ സുബിൻ്റെ കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾ ഫയൽ ചെയ്തതിൽ എത്ര ശതമാനം ഏകദേശം ന്യൂ ഉണ്ട്? ലാസ്റ്റ് ഇയർ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 75 to 80% ന്യൂ ആയിരുന്നു. കാരണം ലാസ്റ്റ് ഇയർ ഈ ഗ്യാപ്പ് കുറവായിരുന്നു. അതായത് 5 lakhs 7 lakhs അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ 3-4 ലക്ഷം രൂപയുടെ ഒക്കെ എന്തുണ്ടാവാം, ചിലപ്പോൾ ഡിഡക്ഷൻ ഒക്കെ ഉണ്ടാവാം, ചിലപ്പോൾ 2-3-4 ലക്ഷം ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും അതും വളരെ റയറാണ്. ഈ 4 ലക്ഷം രൂപയ്ക്ക് ഡിഡക്ഷൻ ഉള്ള ആളുകൾ എന്ത് ചെയ്തു, ഓൾഡ് ടാക്സ് ഫയൽ ചെയ്തു. പക്ഷേ ഈ ഫിനാൻഷ്യൽ ഇയർ തൊട്ട് ഈ ഇയർ തൊട്ട് എനിക്ക് തോന്നുന്നത് ഒരു 99.9% ആളുകളും മിക്കവാറും എല്ലാവരും ന്യൂവിൽ തന്നെ. ന്യൂ ഓപ്റ്റ് ചെയ്താൽ പിന്നെ ഓൾഡ് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓൾഡ് ഓപ്റ്റ് ചെയ്താൽ ന്യൂ ഓപ്റ്റ്, അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ഫയൽ ചെയ്യുന്ന സമയത്ത്? അതിൽ നമുക്ക് ബിസിനസ് ഇൻകം ഇല്ല എന്ന് വിചാരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫയൽ ചെയ്യുന്നത് ITR 1 അല്ലെങ്കിൽ ITR 2, നമുക്ക് സാലറി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻകം, ക്യാപിറ്റൽ ഗെയിൻ, ഇങ്ങനെയുള്ള വരുമാനങ്ങളേ ഉള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ റെജീം മാറ്റിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഫയൽ ചെയ്യുന്നത് ന്യൂ ആണ്, അടുത്ത കൊല്ലം വേണമെങ്കിൽ ഓൾഡ് പോവാം, പിന്നെ അതുപോലെ ന്യൂ പോവാം. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇത് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കാം.
സിൻസ് നമുക്ക് ബിസിനസ് ഇൻകം ഉള്ള ഒരാൾക്ക് അങ്ങനെ എപ്പോഴും സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. ആഹാ. അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം എന്ത് ചെയ്യാം, ഓൾഡിലേക്ക് പോവാം. ഓക്കെ, ആണെങ്കിൽ ഓൾഡ് കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ. തിരിച്ച് വീണ്ടും ന്യൂയിലേക്ക് വന്നാൽ പിന്നെ ഓൾഡിലേക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, ഓക്കെ. ബിസിനസ് ഇൻകം ഉള്ള ആളുകൾക്ക് മാത്രമേ അങ്ങനെ അങ്ങനെ റെസ്ട്രിക്ഷൻ ഉള്ളൂ. നേരത്തെ പറഞ്ഞല്ലോ 12.75 ലക്ഷം അല്ലെങ്കിൽ 12,75,000 രൂപ സാലറി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരുമാനമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ ടാക്സ് ഫയൽ ചെയ്യണമല്ലോ അല്ലേ? അത് ഒന്ന് ക്ലാരിറ്റി കൊടുക്കാം. അതിൽ കുറച്ച് ക്ലാരിറ്റി തരാം. അതിൽ റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അതായത് ന്യൂ ടാക്സ് റെജീം ആണെങ്കിൽ 4 ലക്ഷം രൂപയാണ് അതിൻ്റെ എക്സംഷൻ വരുന്നത്. അപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യണം. അതായത് നമ്മൾക്കിപ്പോൾ ചിലപ്പോൾ ഒരു 8 ലക്ഷം രൂപയാണ് നമ്മുടെ വരുമാനം, നമുക്ക് ടാക്സ് ഒന്നും വരുന്നില്ല, എന്നാൽ പോലും റിട്ടേൺ ഫയൽ ചെയ്യണം. ഇനി അതിൽ വേറെ ചെറിയൊരു കുടുക്ക് കൂടി ഉണ്ട് അതിൽ. അതായത് ഈ 12.75 അല്ലെങ്കിൽ ഈ 12 ലക്ഷം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ സാധാരണ വരുമാനമാണ്. അതായത് സ്പെഷ്യൽ റേറ്റിൽ വരുന്ന ചില വരുമാനങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ ഗെയിൻ. ഇപ്പോൾ ഈ 12 ലക്ഷത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 5 ലക്ഷം രൂപയാണ് അയാളുടെ സാലറി. 5 ലക്ഷം രൂപ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെന്ന് വിചാരിക്കും. മ്യൂച്വൽ ഫണ്ടോ സ്ഥലം വിറ്റതോ ഗോൾഡ് വിറ്റതോ എന്തായാലും. അപ്പോൾ ഈ ക്യാപിറ്റൽ ഗെയിന് സ്ലാബ് റേറ്റിലെ ടാക്സ് വരാം, അത് അയാൾ അടയ്ക്കേണ്ടി വരും. അതിന് എല്ലാം കൂടെ ഒരുമിച്ച് 12 എന്ന് പറഞ്ഞിട്ട് കാര്യമായിരിക്കാൻ പറ്റില്ല. ഈ കണ്ടീഷനുകളെല്ലാം നോക്കി വേണം ചെയ്യാൻ. അതായത് സ്പെഷ്യൽ റേറ്റിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ 12 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ പോലും ആ സ്പെഷ്യൽ റേറ്റിൽ വരുന്ന ടാക്സ് അയാൾ അടയ്ക്കേണ്ടി വരും. അപ്പോൾ സാധാരണക്കാരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാപിറ്റൽ ഗെയിൻസ് ഉള്ളവർ അതും ഇതിലേക്ക് ക്ലബ്ബ് ചെയ്തുകൊണ്ട് 12 എനിക്ക് ടാക്സ് വരില്ല എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാൻ. അത് പലർക്കും അങ്ങനെ ഒരു ധാരണയുണ്ട്. അതായത് ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ഒക്കെ സ്റ്റോക്കിൽ നിന്നൊക്കെ കിട്ടിയ ആൾക്കാർ അവർ വിചാരിക്കുന്നത് 12 താഴെയാണല്ലോ, ടാക്സ് അടയ്ക്കേണ്ട. ഈ റിട്ടേൺ ഫയൽ ചെയ്യാൻ വരുമ്പോഴായിരിക്കും അവർ മനസ്സിലാക്കുക ഇപ്പോൾ 5 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈം ആണെന്നുണ്ടെങ്കിൽ 20% എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇൻട്രസ്റ്റ് ഒക്കെ കയറി വലിയൊരു എമൗണ്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. ബേസിക് എക്സംഷന് താഴെയാണ് ഈ ക്യാപിറ്റൽ ഗെയിൻ എന്ന് കരുതുക. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനോ അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനോ ബേസിക് എക്സംഷന് താഴെയാണ്, 4 ലക്ഷത്തിൽ രൂപ താഴെയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഇന്ത്യക്കാർക്ക് എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യുക? അല്ല, അവരുടെ കേസിൽ ടാക്സ് അടയ്ക്കേണ്ട. അതായത് ഇപ്പോൾ ഒരാൾക്ക് സാധാരണ സിറ്റിസൺ ആണ്, റെസിഡന്റ് ആണ്, അപ്പോൾ അദ്ദേഹത്തിന് ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയിരിക്കുന്നത് 3 ലക്ഷം രൂപയാണ് തീരും. അപ്പോൾ അദ്ദേഹത്തിന് ടാക്സ് വരില്ല, കാരണം അത് ബേസിക് എക്സംഷന്റെ താഴെയാണല്ലോ. ഇനി ഇത് മാത്രമല്ല, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ കേസിൽ നമ്മൾ ഇക്വിറ്റീസ് എന്നുള്ള ഷെയർസിൽ നിന്നുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ 1.25 ലക്ഷം രൂപയുടെ എക്സംഷൻ കൂടി ഉണ്ട്, അഡീഷണൽ എക്സംഷൻ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് കംപ്ലീറ്റ് ഗെയിൻ ലോങ് ടൈം ആണെന്ന് വിചാരിക്കും. അപ്പോൾ 4 + 1.25 എന്ന് പറഞ്ഞാൽ 5.25 ലക്ഷം രൂപ വരെ വേറെ ഒരു വരുമാനം ഇല്ലെങ്കിൽ 5.25 ലക്ഷം രൂപ വരെ എന്ത് ചെയ്യേണ്ട, ടാക്സ് അടയ്ക്കേണ്ട. അങ്ങനെ പോവാം. പക്ഷേ 5.25 മേളിലായി കഴിഞ്ഞാൽ ഇതെല്ലാം വരും. 5.25 മേലെ കഴിഞ്ഞാൽ എക്സസ് എത്രയാണോ വരുന്നത് അതിന് സ്ലാബ് റേറ്റിനനുസരിച്ച് ടാക്സ് അടയ്ക്കും. ഫ്ലാറ്റ് റേറ്റ് ക്യാപിറ്റൽ ഗെയിൻ ആണല്ലോ, ക്യാപിറ്റൽ ഗെയിൻ ഫ്ലാറ്റ് റേറ്റിൽ ടാക്സ് അടയ്ക്കും. ഷോർട്ട് ടൈമിനാണെങ്കിൽ 20, ലോങ് ടൈമിനാണെങ്കിൽ 12. എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷനാണ് ഈ ഏത് ടാക്സ് ഫോം നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളത്. ടാക്സ് ഫോമുകൾ ഇപ്പോൾ 1, 2, 3, 4 വരുന്നത്. അപ്പോൾ 1 ആർക്കൊക്കെ യൂസ് ചെയ്യാം, 2, 3, 4 അത് ഒന്ന് സിമ്പിളായിട്ട് ഒരു 1 വേർഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പറയാം? ITR 1 എന്ന് പറയുന്നത് ഇപ്പോൾ സാലറി ഇൻകം അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള വരുമാനം, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ, ഇത്രയും കാര്യങ്ങളുണ്ട് ഇതിനാണ് സിമ്പിളായിട്ട്. പിന്നെ അഗ്രികൾച്ചർ ഇൻകം ഉണ്ടെങ്കിൽ തന്നെ 5000 രൂപയെക്കാട്ടും താഴെയുള്ള അഗ്രികൾച്ചർ ഇൻകം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ITR 1 സാധാരണ യൂസ് ചെയ്യാം. ഇനി നമുക്കൊരു ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെന്നായിരിക്കും, ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഇൻകം 5000 രൂപയെക്കാട്ടും കൂടുതലുണ്ട്. അതേപോലെ തന്നെ നേരത്തെ സുബീഷ് പറഞ്ഞിരുന്നു, ഇപ്പോൾ ക്യാഷ് വിഡ്രോ ചെയ്തിട്ട് TDS പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ITR 2 യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ക്യാപിറ്റൽ ഗെയിൻ റിട്ടേൺ എന്ന് പറയും നമുക്ക് സാധാരണ ITR 2. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1ഉം 2ഉം ഒക്കെ കൂടി ഉൾപ്പെടുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ബിസിനസ് റിട്ടേൺ എന്ന് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ അതിൽ ബിസിനസ് ഇൻകം കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ അത് അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരാൾക്ക് സാലറി ഉണ്ട്, ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ബിസിനസ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ITR 3 എന്നുള്ള ഫോമാണ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ബിസിനസ് ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 3 ആണ് യൂസ് ചെയ്യുക. ഇപ്പോൾ സാലറി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും ബിസിനസ് ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ 3 യൂസ് ചെയ്യണം. ITR 4 എന്ന് പറയുന്നത് ഒരു പ്രിസംപ്റ്റീവ് ടാക്സേഷൻ്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ITR 1 പോലുള്ള ബിസിനസ്സുകാർക്ക് ഒരു പ്രിസംപ്റ്റീവ് ടാക്സേഷനിൽ പോകാനുള്ള ഒരു മെത്തേഡാണ് ITR 4 എന്ന് പറയുന്നത്. ബിസിനസ്സുകാർക്കാണ് സാധാരണ ബിസിനസ് ഓഫ് പ്രൊഫഷൻ ഉള്ള ആളുകളാണ് ITR 4 യൂസ് ചെയ്യുന്നത്. നമ്മളൊരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഇൻകങ്ങളാണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ എല്ലാം ഫയൽ ചെയ്യണം, പക്ഷേ ഏതൊക്കെ മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്? നമ്മളതിൽ നേരെ റിവേഴ്സ് ചിന്തിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതായത് ഏതൊക്കെയാണ് എക്സംഷൻ ഉള്ളതെന്നുള്ളത്. വളരെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് എക്സംഷൻ ആയിട്ടുള്ളൂ. അപ്പോൾ എക്സംഷൻ ഉള്ളത് പറയാം. അതായത് ഇപ്പോൾ നമ്മുടെ വരുമാനത്തിന്റെ ആംഗിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അഗ്രികൾച്ചർ ഇൻകം ഉണ്ടെന്ന് വിചാരിക്കും. ശരി. അപ്പോൾ നമുക്ക് ഒരാൾക്ക് അഗ്രികൾച്ചർ ഇൻകം മാത്രമേ ഉള്ളൂ. 10 ലക്ഷം ഉണ്ട്, 20 ലക്ഷം ഉണ്ട്, 30 ലക്ഷം ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അതിന് ടാക്സ് ഇല്ല. അഗ്രികൾച്ചർ ഇൻകം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ. പക്ഷെ അഗ്രികൾച്ചർ ഇൻകം അതർ ഇൻകം ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതർ ഇൻകം ഈ എക്സംഷൻ ലിമിറ്റിന് കൂടുതലാണെന്ന് വിചാരിക്കും. അപ്പോൾ 4 ലക്ഷത്തിലും കൂടുതലാണെങ്കിൽ ഇദ്ദേഹം ഈ അഗ്രികൾച്ചർ ഇൻകം കാണിച്ചിട്ട് അതർ ഇൻകം കാണിച്ചിട്ട് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കുള്ള എല്ലാ വരുമാനത്തിനും ഇൻകം ടാക്സ് ഉണ്ട്. പിന്നെ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ചില എക്സംഷൻസ് കിട്ടാനായിട്ട് സാധിക്കും. ഇപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ഇപ്പോൾ ഗ്രാറ്റുവിറ്റി, പ്രൊവിഡൻറ്റ് ഫണ്ട് ഇങ്ങനെയൊക്കെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ അതിന് എക്സംഷൻ കിട്ടും.
ഓക്കെ. അപ്പോൾ അത് വരുമാനമായിട്ട് കാണിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻഷുറൻസ് പോളിസി ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഉണ്ടല്ലോ, നമുക്കൊരു മെച്യൂരിറ്റിയിൽ ഒരു പൈസ കിട്ടും. അപ്പോൾ അത് ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും വരുമാനമായിട്ട് ട്രീറ്റ് ചെയ്യില്ല. അപ്പോൾ വരുമാനം അല്ലാത്തത് നോക്കുകയാണെങ്കിൽ വളരെ ചുരുക്കിയുള്ളൂ. പിന്നെ നമ്മളൊരു ആംഗിൾ മനസ്സിലാക്കിയാൽ മതി, എന്താണ് വരുമാനം എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ പല ആളുകളും ചോദിക്കുന്നതാണ്, ഇപ്പോൾ നമ്മളിപ്പോൾ വിദേശത്തൊക്കെ ഉള്ള ആളുകളെ അവർ ചോദിക്കുന്നതാണ്, ഇപ്പോൾ മകൻ ഗൾഫിലായിരിക്കും, അപ്പോൾ മകൻ ചിലപ്പോൾ അമ്മയുടെ അച്ഛൻ്റെ അക്കൗണ്ടിലേക്കൊക്കെ അവിടെ നിന്ന് ജോലി ചെയ്ത് കിട്ടുന്ന പൈസ ചിലപ്പോൾ ഇട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വരുമാനമാണോ എന്നുള്ളത് ആക്ച്വലി ഒന്നും വരുമാനമല്ല. കാരണം അവിടെ അത് എക്സംപ്റ്റഡ് ആയിട്ട് ആൾക്ക് കിട്ടിയ വരുമാനമാണ്, ആൾ ഇങ്ങോട്ട് പൈസ അയക്കുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട്സ് നമുക്ക് കുറച്ച് പൈസ കടം തന്നു, അപ്പോൾ ഇതൊക്കെ വരുമാനമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പല ആളുകളും ചോദിക്കുന്നതാണ്, ഇപ്പോൾ KSFEയുടെ ഒരു ചിട്ടി കിട്ടി, ഇത് വരുമാനമാണോ? ആക്ച്വലി അതൊന്നും ഒരു വരുമാനമല്ലല്ലോ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ലോൺ ആംഗിളിലുള്ള സംഭവങ്ങളാണ്. അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വരുമാനത്തിന്റെ സിമ്പിൾ ഡെഫിനിഷൻ പറഞ്ഞാൽ അങ്ങോട്ട് തിരിച്ച് കൊടുക്കേണ്ടാത്ത വരുമാനമാണ് കാണിക്കണം. ഇത് മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ AIS കാണിച്ചിട്ടുള്ളതെല്ലാം നമ്മൾ ട്രാക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ശരിയാവോ? അതൊരു 99% അത് കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, അതായത് ഇപ്പോൾ AIS ഓൾമോസ്റ്റ് ഒരു 99% വരുമാനങ്ങൾ തന്നെയായിരിക്കും അവിടെ വരുന്നത്. പക്ഷെ വരുമാനം അല്ലാത്ത സെനാരിയും വരാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ വിദേശത്തേക്ക് പൈസ അയക്കുകയാണെന്ന് വിചാരിക്കും, അപ്പോൾ ഈ TCS അവിടെ വരും. നമ്മളിപ്പോൾ ഒരു 10 ലക്ഷം രൂപയ്ക്കാട്ടും കൂടുതലൊക്കെ നമ്മൾ പൈസ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു TCS ഇപ്പോൾ ഹജ്ജിനൊക്കെ പോകുന്ന ആളുകളൊക്കെ ഇല്ലേ, അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനിക്കൊക്കെ പൈസ വിദേശത്തേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ TCS പിടിച്ചിട്ടുണ്ടാവും. ആക്ച്വലി ഇത് നമ്മുടെ വരുമാനമൊന്നുമല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 15 ലക്ഷം രൂപയുടെ കാർ വാങ്ങിച്ചു വിചാരിക്കും, അപ്പോൾ 1% TCS വരും, 15,000 രൂപ TCS വന്നിട്ടുണ്ടാവും. ഈ ട്രാൻസാക്ഷൻ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, വന്നിട്ടുണ്ടാവും. എന്ന് വിചാരിച്ചത് വരുമാനം ആണെന്ന് പറയാൻ പറ്റും. ഇവൻ നേരത്തെ സുബീഷ് പറഞ്ഞ പോലെ ക്യാഷ് വിഡ്രോവല്, ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തേക്കുക പൈസ, TDS പിടിച്ചിട്ടുണ്ട്, അത് വരുമാനമല്ല. അപ്പോൾ അങ്ങനെ വരുമാനം അല്ലാത്ത കേസുകളും നമ്മുടെ AIS വരാം. എന്നിരുന്നാൽ പോലും ബാക്കി ഒരു മോർ ദാൻ 95% ട്രാൻസാക്ഷൻസ് ഒക്കെ വരുമാനമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. ഈ ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് ആളുകൾ നോക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ Form 16, പിന്നെ AIS, പിന്നെ TIS, 26AS, ഈ 4 കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ളത്. ഇത് 4 എന്താണ്, എങ്ങനെയാണെന്ന് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? Form 16 എന്ന് പറയുന്നത് ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന അയാളുടെ സാലറിയുടെ ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഇത്രയൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ സാലറി, ഇനി പെർക്യൂസിറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അലവൻസുകൾ ഇത്രയൊക്കെയാണ്, എന്തെങ്കിലും ഡിഡക്ഷൻസ് ആൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഡിഡക്ഷൻസ്. അപ്പോൾ അതിൻ്റെ അതായത് എംപ്ലോയിക്ക് കൊടുക്കുന്ന സാലറിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഈ Form 16 എന്ന് പറയുന്നത്. അദ്ദേഹം TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ Form 16 കൊടുക്കേണ്ടതായിട്ട് വരും. ഇതാണ് Form 16. സാലറിഡ് ആയിട്ടുള്ള ഒരാൾക്ക് Form 16 ആണ് അദ്ദേഹത്തിന്റെ ഒരു പ്രൈമറി ഡോക്യുമെന്റ് എന്ന് പറയുന്നത്, റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട്. ഇനി അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 26AS എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ തരുന്ന സമയത്ത് പല ആളുകളും TDS പിടിക്കുമല്ലോ. ഇപ്പോൾ എംപ്ലോയർ പിടിച്ചിട്ടുണ്ടായിരിക്കും സാലറി TDS, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു ബാങ്കിൽ നിന്ന് പലിശ കിട്ടും, അത് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ പല ആളുകളും ഇത് 5-10 ആളുകൾ TDS പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് പല ആളുകളും എന്ത് ചെയ്തിട്ടുണ്ടാവും, TDSകൾ പിടിച്ചിട്ടുണ്ടാവും. ഈ TDSകൾ ആരൊക്കെ പിടിച്ചിട്ടുണ്ടെന്നുള്ള ഒരു കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് ഈ 26AS എന്ന് പറയുന്നത്. പ്രൈമറിലി അതിൽ TDSന്റെ കാര്യങ്ങൾ, TDS മാത്രമല്ല ഈവൻ TCS, അതേപോലെ തന്നെ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ റിഫ്ലക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെ കുറിച്ചിട്ട് ഡിപ്പാർട്ട്മെന്റിന് അറിഞ്ഞിരിക്കുന്ന TDSുമായിട്ടോ TCS ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് 26AS റിഫ്ലക്ട് ചെയ്യുന്നത്. AS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ബ്രോഡർ ലെവലിലുള്ള ഒരു ഇതാണ്. ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ TDS ഉണ്ടായിരിക്കും, അതായത് 26AS വന്നിരിക്കുന്ന കഥകളുണ്ടല്ലോ, അത് ഇവിടെ ഉണ്ടായിരിക്കും. അതിന്റെ TDS എമൗണ്ടും ഉണ്ടായിരിക്കും, എത്രയും ട്രാൻസാക്ഷൻ എമൗണ്ടും ഉണ്ടായിരിക്കും. ഇനി അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല, അതായത് ഇപ്പോൾ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അതിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്, TDS ഒന്നും പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ TDS പിടിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഏതൊക്കെ ബാങ്ക് അക്കൗണ്ടുകളുണ്ട് അത് AIS കംപ്ലീറ്റ് കാര്യങ്ങൾ വരും. അത് മാത്രമല്ല ഈ 26AS ഇല്ലാത്ത എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ റിമൂവബിൾ പ്രോപ്പർട്ടിയിൽ ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷൻ എന്നൊക്കെ പറയുമല്ലോ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷെയർ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടി, അല്ലാന്നുണ്ടെങ്കിൽ IPOയിൽ നമുക്ക് ഷെയർ കിട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ഇതൊക്കെ അറിയാം, ഇതൊക്കെ AIS വരും. TS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സമ്മറി സ്റ്റേറ്റ്മെന്റാണ്. AISന്റെ സമ്മറി ഫോമാണ് TAS എന്ന് പറയുന്നത്. സുബിന്റെ എക്സ്പീരിയൻസിൽ AIS ഇല്ലാത്ത എന്തെങ്കിലും കാര്യം വെച്ച് ഫയൽ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? AIS ഇല്ലാത്ത കാര്യം എന്ന് പറയുന്നത് ഒരു സെൽഫ് ഡിക്ലറേഷൻ എന്നുള്ള ഒരു ആംഗിളിലാണ് അത് വരാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് വിചാരിക്കും, അപ്പോൾ ഇതൊന്നും AIS അങ്ങനെ റിഫ്ലക്ട് ചെയ്യാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ നമുക്കത് വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതെന്താ സംഭവിക്കാന്ന് വെച്ചാൽ സുബീഷ്, അതായത് ഇപ്പോൾ ഒരാൾക്ക് കോപ്പറേറ്റീവ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട്, അപ്പോൾ ഇദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഒരു 8 ലക്ഷം രൂപ വെച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം 8 ലക്ഷം രൂപ വെച്ചിട്ട് ഒരു 5 കൊല്ലം കിട്ടണമെങ്കിൽ 40 ലക്ഷം രൂപയായല്ലോ. അപ്പോൾ ഇദ്ദേഹം അവസാനം 40 ലക്ഷം രൂപയ്ക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു വിചാരിക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു നോട്ടീസ് വരും, നിങ്ങൾ അപ്പോൾ പറയാണ് എനിക്ക് കോപ്പറേറ്റീവ് ബാങ്കിലെ ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് എന്നാണ്. അപ്പോൾ അത് എവിടെയാണ് കാണിച്ചത്, അത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിനാരിയോയിൽ നമ്മളായിട്ട് എന്ത് ചെയ്യേണ്ടി വരും,
നമ്മളായിട്ട് പറഞ്ഞ് ഓഫർ ചെയ്യേണ്ടതായിട്ട്. അതേപോലെ അഗ്രികൾച്ചർ ഇൻകം ഒന്നും ക്യാപ്ചർ ചെയ്യാനായിട്ടുള്ള വകുപ്പില്ല. അഗ്രികൾച്ചർ ഇൻകം ഒക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ AS വന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ AS എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്റർ മാത്രമാണ്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളെ പറ്റി അറിയാം, ഇത് ഫയൽ ചെയ്യുക, ഇതിൽ ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടി ഫയൽ ചെയ്യണം എന്നുള്ളതാണ്. അതായത് ASനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഫയൽ ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. അതെ, ഈ ഡിഡക്ഷൻസിന്റെ കാര്യം പറയാം. ഇപ്പൊ നമ്മൾ ഇൻകത്തിന്റെ കാര്യം പറഞ്ഞു, ഇനി ഡിഡക്ഷൻസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ഒരാൾക്ക് ഇപ്പോൾ ബിസിനസ്സുകാരൊക്കെ ചെയ്യുന്ന പോലെ ഡിപ്രീസിയേഷൻ എഴുതി തള്ളു അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അങ്ങനെ എന്തെങ്കിലും നമ്മൾ സാധാരണക്കാർക്ക് ഇപ്പോൾ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടോ? സാധാരണക്കാർക്ക് അങ്ങനെയുള്ള ഒരു വകുപ്പില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരുടെ ഇൻകം എന്ന് പറയുന്നത് ഇപ്പോൾ സാലറിഡ് ആയിട്ടുള്ള ഒരാളാണ്. അതെ, അപ്പോൾ അദ്ദേഹത്തിന് ആകെ കിട്ടുന്ന ഡിഡക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. പിന്നെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിവിഡൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു മിനിമത്തിന്റെ അതിൽ ഇൻട്രസ്റ്റിനും ഡിവിഡൻറ്റിനും അഗേൻസ്റ്റ് ഒന്നും നമുക്കൊന്നും കുറയ്ക്കാനായിട്ട് ഇല്ലല്ലോ. മാത്രമല്ല പിന്നെ വരുന്നത് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ആണെന്നുണ്ടെങ്കിൽ അതിന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട് ഓൾറെഡി. അപ്പോൾ ബിസിനസ്സുകാർ ചെയ്യുന്നത് പോലെയുള്ള ആ ഡിഡക്ഷൻസ് ഒന്നും സാധാരണക്കാർക്ക് അപ്ലിക്കബിൾ അല്ല. ഇപ്പോൾ ബിസിനസ്സുകാരന് ചിലപ്പോൾ ആൾക്കൊരു കാർ ഉണ്ടായിരിക്കും, അപ്പോൾ കാറിന്റെ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ ഡ്രൈവറുടെ സാലറി അല്ലെങ്കിൽ അതിന്റെ മെയിൻ്റനൻസ്, ഫ്യൂവൽ എക്സ്പെൻസ്, ഇതൊക്കെ ബിസിനസ്സുകാർ കുറയ്ക്കുന്നുണ്ടായിരിക്കും. അതായത് അത് ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സാലറിഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു കാർ ഉണ്ടെങ്കിൽ അതൊന്നും കുറയ്ക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ ടാക്സ് കൃത്യം ഡേറ്റിനുള്ളിൽ ഫയൽ ചെയ്തു, അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നമ്മൾ അവരെ നമ്മളെ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നോട്ടിഫൈ ചെയ്യുക? അതിന്റെ ഒരു ഫ്ലോ ഓഫ് ഇവന്റ്സ് എങ്ങനെയാണ്? നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തു, പക്ഷേ നമ്മളിപ്പോൾ ഒരു ജൂലൈ 31 ഫയൽ ചെയ്തിരിക്കും. നമ്മളിപ്പോൾ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് പിന്നെ അത് ചെയ്യുന്നത് ആ റിട്ടേൺ പ്രോസസ് ചെയ്യുക എന്നുള്ളൊരു പ്രൊസീജിയറിലേക്കാണ് ഡിപ്പാർട്ട്മെന്റ് പോവുക. അപ്പോൾ അവർ പോകുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതിൻ്റെ അരിതമെറ്റിക്കൽ ആക്യുറസി അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി കഴിഞ്ഞിട്ട് അവരത് പ്രോസസ്സ് ചെയ്യുന്നു. പ്രോസസ്സ് ചെയ്തിട്ട് 143(1) നമ്മുടെ പഴയ ആക്ട് പ്രകാരം 1961 ആക്ട് പ്രകാരം 143(1) എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻറ്റിമേഷൻ തരും നമുക്ക്, പ്രോസസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ 2 കോൾ ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ 6 ലക്ഷം കാണിച്ചു, ഞങ്ങളും 6 ലക്ഷം കാണിച്ചു. ഇൻട്രസ്റ്റ് ഇൻകം നിങ്ങളുടെ പ്രകാരം 20,000 ആണ്, ഞങ്ങളുടെ പ്രകാരം ഇത്രയാണ്. അപ്പോൾ നമ്മളുടെയും അവരുടെയും ഒരു കമ്പാരിസൺ ഉണ്ടായിരിക്കും. എന്നിട്ട് പറയാണ് നിങ്ങൾ അടച്ചേക്കുന്ന ടാക്സ് ഇത്രയാണ്, 62,000 ആണ് നിങ്ങൾ അടച്ചേക്കുന്നത്, ഞങ്ങൾ കമ്പ്യൂട്ട് ചെയ്യുന്ന 62,000 ആണ്. അപ്പോൾ ഇത് നില്ലാണെന്ന് വിചാരിക്കും. അതായത് നമ്മൾ എന്താണോ ചെയ്തേക്കുന്നത് അത് തന്നെയാണ് ഡിപ്പാർട്ട്മെന്റിന്റെ കമ്പ്യൂട്ടേഷൻ എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഫൈൻ എന്നുള്ളതാണ്. ഇനി ഈ കമ്പ്യൂട്ടേഷനിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് വിചാരിക്കും. അവർ പറയാണ് നിങ്ങൾ പറഞ്ഞു 6 ലക്ഷം, പക്ഷെ ഞങ്ങൾ പറയുന്നു 7 ലക്ഷം, അല്ലെങ്കിൽ നിങ്ങൾ ഈ വരുമാനം കാണിച്ചിട്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡീവിയേഷൻ ഉണ്ടെന്ന് വിചാരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു ക്ലെയിം എടുത്തു, ആക്ച്വലി ആ ക്ലെയിം ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോൾ റിജക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്തെങ്കിലും അടയ്ക്കാനുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അതിന്റെ താഴെ ഉണ്ടായിരിക്കും ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇത്രയും പൈസ അടയ്ക്കാൻ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് നിങ്ങൾ ഇത്ര അടയ്ക്കാനുണ്ട്. അപ്പോൾ ഇതാണ് 143(1) ആണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ഇനി അടുത്ത പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ ഒക്കെ ഫോം ഒക്കെ തെറ്റി ഫയൽ ചെയ്തു വിചാരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 1 പകരം 2 പകരം 1 ഫയൽ ചെയ്തു. ഇപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസി ഉള്ള ആളുകൾ, അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ഒക്കെ ഉള്ള ആളുകൾ അത് കാണിക്കാതെ വേറെയൊക്കെ ഫയൽ ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഡിപ്പാർട്ട്മെന്റിന് ഈ ഒരു കാര്യം അറിയും എന്നുണ്ടെങ്കിൽ അവർ പറയും ചിലപ്പോൾ നമ്മൾ അങ്ങനെ തെറ്റിയായിട്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ കാണിച്ചാൽ നമ്മുടെ റിട്ടേൺ ഡിഫക്റ്റീവ് ആവും. അതായത് ആ റിട്ടേൺ അപ്പോൾ അത് ഡിഫക്റ്റീവ് ആയി കഴിഞ്ഞാൽ അതിനൊരു ടൈം ലിമിറ്റ് തരും അവർ അത് കറക്റ്റ് ചെയ്യാനായിട്ട്. കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത റിട്ടേൺ അത് ഡിഫക്റ്റീവ് ആയിട്ട് തന്നെ പോകാതെ അപ്പോൾ നമുക്ക് റെക്ടിഫൈ ചെയ്യാം ഡിഫക്റ്റീവ് റിട്ടേൺ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ സാധാരണ ഔട്ട്കം വരുന്നത്. ഇതർ അത് 143(1) ഇട്ടിട്ട് പ്രോസസ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ റിട്ടേൺ ഡിഫക്റ്റീവ് ആവാനുള്ള സാധ്യത. ഡിഫക്റ്റീവ് ആവുന്ന അവർ പറഞ്ഞിട്ടുള്ള ടൈം പീരീഡിൽ നമ്മൾ അതിനെ റിവൈസ് ചെയ്തിട്ട് റെക്ടിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ കൂടുതൽ ടാക്സ് അടയ്ക്കാനുണ്ടാവും. അതെല്ലാം ആ സമയത്ത് തന്നെ ഫൈനൊന്നും ഇല്ലാതെ തന്നെ അപ്പോൾ അടയ്ക്കാനായിട്ട് പറ്റും അല്ലേ? ഓക്കെ, ഇനി ശരിയാണ്, കഴിഞ്ഞ തവണ നമ്മൾ ഫയൽ ചെയ്തപ്പോഴാണ് നമുക്ക് കുറച്ച് ടാക്സ് ബാലൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇൻട്രസ്റ്റ് കാൽക്കുലേഷനിൽ 20 രൂപയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് റിട്ടേൺ വന്നു. അപ്പോൾ 20 രൂപ നമ്മൾ ടാക്സ് പോർട്ടലിൽ അടച്ചു, അപ്ലോഡ് ചെയ്തു, അത് സെറ്റായി അല്ലേ? അപ്പോൾ ആ ഒരു മിനിമം എത്ര ചെറിയ തുകയായാലും അത് ഇൻറ്റിമേറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ആ നിൽ ടാക്സ് ഡ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള അല്ല, നിങ്ങളുടെ പ്രോസസ്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു, ടാക്സ് ഡ്യൂ 0 ആണ് എന്ന് പറഞ്ഞ് തരുന്നത് വരെയും നിങ്ങളുടെ കാര്യങ്ങൾ ഇൻ പ്രോസസ്സിലാണ് അല്ലേ? അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, അത് കിട്ടിക്കഴിഞ്ഞാൽ നോർമൽ കേസിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഒരു ഓട്ടോമേറ്റഡ് പ്രോസസ്സാണ്. ഈ 143(1) എന്ന് പറയുന്നത് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സിസ്റ്റം അതൊന്ന് കമ്പ്യൂട്ട് ചെയ്തിട്ട് അയക്കുന്നത്. ചിലപ്പോൾ ഒരു 2-3 അല്ലെങ്കിൽ 1-2 വർഷമൊക്കെ കഴിയുമ്പോൾ ഡിപ്പാർട്ട്മെന്റിന് ഇപ്പോൾ AI ഒക്കെയാണല്ലോ ഉള്ളത്, അപ്പോൾ ഡീപ്പായിട്ട് വേറെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് ഇത് വീണ്ടും റീഓപ്പൺ ചെയ്യാനുള്ള റൈറ്റ് ഒക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇവൻ ദോ നമുക്കൊരു 143(1) ഒക്കെ വന്നു, അതിൽ വേറെ ടാക്സ് പേയബിൾ ഒന്നുമില്ല, പക്ഷേ കുറെ കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിചാരിക്കും. നമുക്ക് വേറൊരു ഹ്യൂജ് ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് വലിയൊരു പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു, നമ്മളത് കാണിച്ചില്ല. അപ്പോൾ 143(1) ഒന്നും ചിലപ്പോൾ നമ്മൾ ഫയൽ ചെയ്ത പോലെ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇങ്ങനെ ഒരു സാധനം നിങ്ങൾ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വേറെ നോട്ടീസ് വരാനായിട്ട് സാധ്യത. അപ്പോൾ അതിന് നമ്മൾ റിപ്ലൈ കൊടുക്കുകയും അല്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ട് വരും അല്ലേ? അപ്പോൾ മെയിനായിട്ട്
വരുന്നത് SMS അല്ലെങ്കിൽ മെയിൽ രൂപത്തിലല്ലേ നമുക്കുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത്? നോർമലി ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത് അങ്ങനെയാണ്, SMS അല്ലെങ്കിൽ മെയിൽ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പോർട്ടലിൽ അത് ടു ഡു ആയിട്ട് പെൻഡിങ് ആയിട്ട് കാണിക്കും എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോഴത്തെ സെനാരിയോയിൽ അങ്ങനെ ഒരു രജിസ്റ്റേർഡ് പോസ്റ്റ് ഒക്കെ ആയിട്ട് വരുന്നത് വളരെ വരുന്നത് ഏറ്റവും അവസാനത്തെ പ്രൊസീജിയറാണ്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നിങ്ങളെ ജപ്തി ചെയ്യും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്ന സിറ്റുവേഷനിലാണ് നിങ്ങൾക്ക് രജിസ്റ്റർ നോട്ടീസ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ കൃത്യസമയത്ത് ഫയൽ ചെയ്യുക, കൃത്യമായിട്ടുള്ള രീതിയിൽ ഫയൽ ചെയ്യുക, റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ച് പരമാവധി AIS-നോട് കോംപ്ലിയൻ്റ് ആയിട്ട് പ്ലസ് ഏതെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ ചെയ്ത് കൃത്യമായിട്ടുള്ള പ്രോസസ്സോട് കൂടി ചെയ്യുന്ന ആളുകളെ സമീപിച്ചുകൊണ്ടും സപ്പോർട്ടോട് കൂടി ചെയ്യുമായിരിക്കും നന്നാവുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്തരം ആളുകളായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇത് ക്ലോസിംഗ് കമൻ്റ് ആയിട്ട് എന്തെങ്കിലും സുബിന് പറയാനുണ്ടോ? ഒരൊറ്റ കാര്യമാണ് പറയാനുള്ളത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയാലോ നമ്മുടെ വരുമാനം എത്രയാണെന്നുള്ളത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെക്കാട്ടും നന്നായിട്ട് നമുക്കറിയാം. അപ്പോൾ നമ്മളത് ട്രാൻസ്പാരൻ്റ് ആയിട്ട് കാണിച്ചുകൊണ്ട് ഫയൽ ചെയ്യുക എന്നുള്ളതാണ് ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ അയക്കുന്ന SMS-കളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒരു ഭൂരിഭാഗം ആളുകൾ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് ഫയൽ ചെയ്യാറുണ്ട്. അപ്പോൾ ചില ആളുകൾ ഇതൊന്നും നോക്കാതെ ഇത് ഇഗ്നോർ ചെയ്ത് അവസാനം നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു ജലദോഷം എന്ന് പറയുമല്ലോ, ജലദോഷം കുറച്ച് കഴിയുമ്പോൾ അത് പനിയായിട്ട് മാറുന്നു, പിന്നെ അത് ന്യൂമോണിയ മാറുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്തിനാണ് പതുക്കെ വെന്റിലേറ്ററിലേക്ക് പോകണ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ അടുത്തേക്ക് വരുന്ന പല ആളുകളും ഇതേപോലെ ഒരുപാട് വാണിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സിഗ്നലുകൾ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും അവസാനത്തിലാണ് ഈ രജിസ്റ്റേർഡ് നോട്ടീസ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ എന്തിനാ വെറുതെ രജിസ്റ്റേർഡ് നോട്ടീസിലേക്ക് പോകേണ്ട കാര്യം അല്ലെങ്കിൽ വെന്റിലേറ്ററിലേക്ക് പോകേണ്ട കാര്യമില്ല. അത് നമ്മുടെ സമയവും നഷ്ടമാണ്, നമ്മുടെ പണവും നഷ്ടമാണ് അല്ലേ. ഫൈനുകളെല്ലാം വളരെ ഹ്യൂജ് ആയിരിക്കും, മുമ്പത്തെ പോലെ ഒന്നും അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ജലദോഷമൊക്കെയാണെന്നുണ്ടെങ്കിൽ വല്ല 50 രൂപയ്ക്കോ 100 രൂപയ്ക്കോ തീരേണ്ട മരുന്ന് ചിലപ്പോൾ ലക്ഷങ്ങൾ ചിലപ്പോൾ അപ്പുറത്തെ സൈഡിൽ. അത് മാത്രമല്ല ചിലപ്പോൾ പെനാൽറ്റി പ്രൊവിഷൻസ് അടക്കം ചിലപ്പോൾ അവർ ഇൻവോക്ക് ചെയ്യും. അതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ 2 ലക്ഷം രൂപ അടയ്ക്കാൻ കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ ചിലപ്പോൾ പെനാൽറ്റിയും പിന്നെ അതിന് ഇൻട്രസ്റ്റും അടയ്ക്കാനുള്ള ടാക്സിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള ഫോമിൽ പരമാവധി എല്ലാ ഇൻഫർമേഷനും ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുക. തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവർക്ക് ഇൻകം ടാക്സിൻ്റെ പോർട്ടലിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്. അതല്ല കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, വേറെ എന്തെങ്കിലും ഡയറക്ഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും. അപ്പോൾ ഇത്രയും സമയം നമ്മളുടെ ഒപ്പം ചിലവഴിച്ച സുബിന് താങ്ക് യു. അപ്പോൾ ഇനി അടുത്തൊരു സീസണിൽ നമുക്ക് കാണാം. ഓക്കെ.